നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡൻ കൂട്ടായ്മയുടെ കലയുടെ അടുക്കളയിൽ ബാലഭാസ്കരന്റെ അടുക്കള പുസ്തക പ്രകാശനം നടന്നു. KC നാരായണൻ പ്രകാശനം നിർവഹിച്ചു. മംഗളൂരുവിൽ കദ്രിക്ക് സമീപം യാത്രയ്ക്കായി സ്റ്റാർട്ട് ചെയ്ത കാറിന് തീപിടിച്ചു. ദൃശ്യങ്ങൾ KCN ന്യൂസിന്. CPIM കാസർഗോഡ് ഏരിയ സമ്മേളനം നവംബർ 18, 19, 20 തീയതികളിൽ അണങ്കൂരിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് 18-ന് തുടക്കമാകും. നടത്തിയിരിക്കുന്നത് വിപുലമായ ഒരുക്കങ്ങൾ. കേരള സെവൻസ് ചരിത്രത്തിലാദ്യമായി വാർ സിസ്റ്റം. അംഗീകൃത ഖാൻ സാഹിബ് കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തൃക്കരിപ്പൂരിൽ ഒരുക്കങ്ങളായി. സ്കൂൾ മൈതാനത്ത് ആഡംബര കാറുകളിൽ കൗമാരക്കാരന്റെയും യുവാവിന്റെയും സാഹസിക പ്രകടനം. പിന്നാലെ ഇരുവരെയും ഒപ്പം കാറുകളെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. വാർത്തകൾ വിശദമായി. 10 വർഷമായി സാംസ്കാരിക രുചിയൊരുക്കിയ കാസർഗോഡൻ കൂട്ടായ്മയുടെ കലയുടെ അടുക്കളയിൽ ബാലഭാസ്കരന്റെ അടുക്കള പുസ്തക പ്രകാശനം നടന്നു. സിറ്റി ടവർ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത നിരൂപകൻ KC നാരായണൻ കഥാകാരി S സിത്താരയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. EP രാജഗോപാലൻ, അംബികാസുധൻ മാങ്ങാട് ഉൾപ്പെടെയുള്ള സാഹിത്യരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കലയുടെ അടുക്കളയിൽ സാംസ്കാരിക രുചിയുള്ള 15 വിഭവങ്ങളൊരുക്കി 10 വർഷം പൂർത്തിയാക്കുന്ന കാസർഗോഡൻ കൂട്ടായ്മ ബാലഭാസ്കരൻ രചിച്ച അടുക്കള പുസ്തകം കൂടി കാസർഗോഡിന് സമർപ്പിച്ചു. കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ പ്രശസ്ത നിരൂപകൻ KC നാരായണൻ കഥാകാരി S സിത്താരയ്ക്ക് നൽകി പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. അടുക്കളയിൽ തളച്ചിടപ്പെട്ട മലയാളി സ്ത്രീയെ അരങ്ങിലെത്തിച്ച പാരമ്പര്യമുള്ള കേരളത്തിൽ ഒരു ചിത്രകാരൻ അടുക്കളയെ പൂമുഖമായി പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് പുസ്തക പ്രകാശനത്തിന് ശേഷം സംസാരിക്കവേ KC നാരായണൻ പറഞ്ഞു. മൂകാംബികമാരെല്ലാം എഴുത്തുകാരായ ലളിതാംബികകളായാലും അതാണ് കേരളത്തിലെ അടുക്കളയിലും സ്ത്രീയുടെയും എഴുത്തിൻ്റെയും ചരിത്രം. അങ്ങനെ ഒരു ചരിത്രത്തിൽ ഒരു പുരുഷനും സ്ഥാനം പിടിക്കുന്നതിൻ്റെ വേറൊരു ചരിത്രമാണ് ഇപ്പോൾ ഭാസ്കർ. കാരണം ഭാസ്കരനും ഇരുളടഞ്ഞ പ്രകാശം കുറഞ്ഞ ഒരിടത്തേക്ക് കടന്നു ചെല്ല. എന്തുകൊണ്ട്? ഒരു ചിത്രമെഴുത്ത് പെൻസിലുമായിട്ട്. അതാണ് വ്യത്യാസം. എഴുത്ത് പെൻസിലിൻ്റെ തന്നെ രൂപാന്തരമാണ് ചിത്രമെഴുത്ത് പെൻസിൽ. ഈ ചിത്രമെഴുത്ത് പെൻസിലുമായിട്ട് സാധാരണഗതിയിൽ എഴുത്തുകാരോ ചിത്രമെഴുത്തുകാരോ ഒന്നും അടുക്കളയിലേക്ക് പോകാറില്ല. കാരണം വീട്ടിലെ ഏറ്റവും പ്രകാശം കുറഞ്ഞ സ്ഥലമാണ് അടുക്കള. പുസ്തകത്തെക്കുറിച്ച് കഥാകാരി സിത്താരയും സംസാരിച്ചു. ഒരു പുസ്തകമല്ല, അത് പല പുസ്തകങ്ങളാണ്. അതിൽ ഇല്ലാത്ത, നമ്മൾ മഹാഭാരതത്തിനെ പറ്റിയൊക്കെ പറയുന്നത് ഇല്ലാത്തത് കുറവാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതമുണ്ട്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്. അടുക്കള എന്നുള്ളൊരു മെയിൻ കൺസെപ്റ്റ് ഓഫ് കോഴ്സ് അവിടെയുണ്ട്. അടുക്കളയുടെ കാഴ്ചകളുണ്ട്, അടുക്കളയുടെ രാഷ്ട്രീയമുണ്ട്, അടുക്കളയിലേക്കുള്ള ഒരു പുരുഷന്റെ നോട്ടങ്ങളുണ്ട്. അതൊക്കെ ഒരു വശത്തുണ്ടായിരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ ഒരുപാട്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേതായാലും മറ്റുള്ളവരുടേതായാലും ഒരുപാട് വളരെ വിഭ്രാത്മകമായ, നമുക്ക് വായിക്കുമ്പോൾ ഒരു എന്താ പറയുക, വളരെ ഫാന്റസി നിറഞ്ഞ ഒരു നോവൽ വായിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല ഭാഗങ്ങളും ആ പുസ്തകത്തിലുണ്ടായിരുന്നു. ഞാൻ GB വത്സൻ സ്വാഗതം പറഞ്ഞു. നിരൂപകനും സാംസ്കാരിക പ്രവർത്തകനുമായ EP രാജഗോപാലൻ പുസ്തകം പരിചയപ്പെടുത്തി. കാസർഗോഡൻ കൂട്ടായ്മയുടെ അടുക്കളയിലെ കാഴ്ചകളെക്കുറിച്ച് അദ്ദേഹം പ്രഭാഷണവും നടത്തി. ബാലചരാചരങ്ങൾ എന്ന വിഷയത്തിൽ അംബികാസുധൻ മാങ്ങാടും പ്രഭാഷണം നടത്തി. ബാലഭാസ്കരൻ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് നടന്ന വർത്തമാനം ചോദ്യോത്തര പരിപാടിയിൽ KC നാരായണൻ, മാങ്ങാട് രത്നാകരൻ, സിത്താര S, ബാലഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ചിത്രകാരനിൽ നിന്നും പുസ്തകം കയ്യൊപ്പോടെ വാങ്ങുവാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. കലയുടെ അടുക്കളയെ അന്വർത്ഥമാക്കി ഭക്ഷണവും ഒപ്പം സംഗീതവും പരിപാടിയുടെ ഭാഗമായുണ്ടായിരുന്നു. അടുക്കളയിലൂടെ കേരളത്തിലെ ചരിത്രവും ചിത്രവും ഇതൾവിരിയുന്ന പുസ്തകമാണ് ബാലഭാസ്കരന്റെ അടുക്കള. KC നാരായണന്റെ പത്രാധിപത്യത്തിൽ ഭാഷാപോഷണിയിലൂടെയാണ് അടുക്കള വായനക്കാരിലേക്ക് എത്തിയത്. മനോരമ ഹോർത്തൂസാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു
മംഗളൂരുവിൽ കദ്രിക്ക് സമീപം യാത്രയ്ക്കായി സ്റ്റാർട്ട് ചെയ്ത കാറിന് തീപിടിച്ചു. തലപ്പാടിയിലെ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ ഷോറൂമിൽ നിന്നും വാങ്ങിയ മാരുതി റിറ്റ്സ് കാറിനാണ് തീപിടിച്ചത്. മംഗളൂരുവിൽ കഴിഞ്ഞ 5 ദിവസത്തിനിടെ നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണിത്. ദൃശ്യങ്ങൾ KCN ന്യൂസിന്. മംഗളൂരുവിലെ കദ്രിക്ക് സമീപം യാത്ര ചെയ്യുന്നതിനായി സ്റ്റാർട്ട് ചെയ്ത കാറിന് തീപിടിച്ചു. തലപ്പാടിയിലെ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ ഷോറൂമിൽ നിന്നും വാങ്ങിയ മാരുതി റിറ്റ്സ് കാറിനാണ് തീപിടിച്ചത്. കദ്രി പോലീസ് സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ പിന്നീട് യാത്ര തുടരുവാനായി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുൻവശത്തു നിന്നും തീനാളങ്ങൾ ഉയരുകയായിരുന്നു. മിനിറ്റുകൾക്കകം കാറിലേക്ക് മുഴുവനായി തീ ആളിപ്പടർന്നു. വാഹനത്തിലുണ്ടായിരുന്നവർ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. വിവരമറിഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ വാഹനത്തിലെ തീയണച്ചു. വാഹനം പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണുള്ളത്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ മംഗളൂരുവിൽ നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണിത്. കഴിഞ്ഞ ഞായറാഴ്ച മംഗളൂരു ലേഡി ഹില്ലിലെ പെട്രോൾ പമ്പിൽ നിന്നും മാരുതി 800 കാറിനാണ് തീ പിടിച്ചത്. ഭാഗ്യമൊന്നുകൊണ്ട് മാത്രം അന്ന് യാത്രക്കാർ പരിക്കുകളൊന്നുമേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. CPIM കാസർഗോഡ് ഏരിയ സമ്മേളനം നവംബർ 18, 19, 20 തീയതികളിൽ അണങ്കൂരിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPIM കാസർഗോഡ് ഏരിയ സമ്മേളനം നവംബർ 18, 19, 20 തീയതികളിൽ അണങ്കൂരിൽ നടക്കും. 19 രാവിലെ പ്രത്യേകം സജ്ജമാക്കിയ P. രാഘവൻ നഗറിൽ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൊതുസമ്മേളന നഗരിയിലും പ്രതിനിധി സമ്മേളന നഗരിയിലും ഉയർത്താനുള്ള പതാക കൊടിമര ജാഥകൾ 18 വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിക്കും. 20 വൈകിട്ട് 3 മണിക്ക് നുള്ളിപ്പാടി കേന്ദ്രീകരിച്ച് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ചുവപ്പ് വളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും നടക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളെല്ലാം അണിനിരക്കുന്ന കൊടിമര ജാഥകൾ 18-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം കാസർഗോഡ് നടക്കും. അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ അവിടെ പതാക ഉയർത്തും. അതോടുകൂടി സമ്മേളനത്തിന് തുടക്കമാകും. 19-ാം തീയതി രാവിലെ പൊതുസമ്മേളനം ആരംഭിക്കും. ആ സമ്മേളനത്തിനകത്താണ് ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഏരിയക്കകത്തെ വിവിധ ലോക്കലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 120ഓളം വരുന്ന സഖാക്കൾ 2 ദിവസങ്ങളായി സമ്മേളനത്തിൽ പങ്കെടുക്കും. ഞങ്ങളുടെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ സംഘടനയുടെ മുന്നേറ്റത്തെ സംബന്ധിച്ചെല്ലാം ചർച്ച നടത്തി കൂടുതൽ കരുത്തുറ്റ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ആവശ്യമായ ലോക്കൽ കമ്മിറ്റിയും അതുപോലെ ഏരിയ കമ്മിറ്റിയും അതുപോലെ തന്നെ സെക്രട്ടറിയൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കും. ജില്ലാ സമ്മേളനത്തിലുള്ള പ്രതിനിധികളെല്ലാം തിരഞ്ഞെടുക്കുന്നത് ഈ സമ്മേളനത്തിൽ വെച്ചാണ്. സംഘാടക സമിതി ചെയർമാൻ TK രാജൻ, ജനറൽ കൺവീനർ അനിൽ ചെന്നിക്കര, ഏരിയ സെക്രട്ടറി KM മുഹമ്മദ് ഹനീഫ, ജില്ലാ കമ്മിറ്റി അംഗം TMA കരീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 18 മുതൽ 21 വരെ GHSS മംഗൽപാടിയിൽ നടക്കും. 95 സ്കൂളുകളിൽ നിന്നും 8000-ഓളം വിദ്യാർത്ഥികൾ വിവിധ കലാമത്സര പരിപാടികളിൽ മാറ്റുരയ്ക്കും. കലോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 18 മുതൽ 21 വരെ മംഗൽപാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മംഗൽപാടി സ്കൂളിന് പുറമെ AJI AUP സ്കൂൾ, SSAUPS ഐല ടെമ്പിൾ, ലയൺസ് ക്ലബ് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി കലോത്സവത്തിന് വേദിയൊരുങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 18-ന് സ്റ്റേജ് ഇതര മത്സരങ്ങളും 19, 20, 21 തീയതികളിൽ സ്റ്റേജ് മത്സരങ്ങളും നടക്കും. 19-ന് രാവിലെ AKM അഷ്റഫ് MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 19-ാം തീയതിയാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇതിനു വേണ്ടി രൂപീകരിച്ച സംഘാടക സമിതി ചെയർമാൻ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ പ്രിയപ്പെട്ട റുബീന നൗഫലാണ് ആ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷൻ. മഞ്ചേശ്വരത്തിൻ്റെ പ്രിയപ്പെട്ട MLA AKM അഷ്റഫ് അതിന് ഉദ്ഘാടകനാണ്. അതിൻ്റെ സ്വാഗത പ്രഭാഷണം നടത്തുന്നത് കൺവീനർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡോക്ടർ ശ്രീകുമാർ മാഷാണ്. മറ്റു ജനപ്രതിനിധികളും നമ്മുടെ നാട്ടിലെ വിശിഷ്ട അതിഥികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത്. സംഘാടക സമിതി ചെയർപേഴ്സൺ റുബീന നൌഫൽ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ് PK, ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മാൻ ഗോൾഡൻ, മംഗൽപാടി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഇർഫാന ഇക്ബാൽ, AEO രാജഗോപാല K, പഞ്ചായത്ത് അംഗം മജീദ് പച്ചമ്പള്ള, പ്രിൻസിപ്പൽ ശ്രീകുമാർ MA,
PTA പ്രസിഡന്റ് മുഹമ്മദ് ഉപ്പളഗേറ്റ്, നൌഷാദ് KP എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സെവൻസ് ചരിത്രത്തിലാദ്യമായി അതിനൂതന സാങ്കേതിക വിദ്യയായ വാർ സിസ്റ്റം അവതരിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് തൃക്കരിപ്പൂരിൽ ഒരുക്കങ്ങളായി. തൃക്കരിപ്പൂർ ടൗൺ FC ആതിഥേയത്വത്തിൽ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഡിസംബർ 1 മുതൽ 20 വരെ നടത്തുന്ന അംഗീകൃത ഖാൻ സാഹിബ് കേരള ഫുട്ബോൾ ടൂർണമെന്റിലാണ് ഫുട്ബോളിൽ കൃത്യതയ്ക്ക് പേരുകേട്ട വാർ സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നത്. കേരള സെവൻസ് കളിക്കളങ്ങളിലെ 21 മുൻനിര ടീമുകളെ പങ്കെടുപ്പിച്ച് നടക്കുന്ന ടൂർണമെന്റിലെ വിജയികൾക്കായി നൽകുന്നത് 3,33,033 രൂപയാണ്. ജേതാക്കൾക്ക് 1,82,222 രൂപയും റണ്ണേഴ്സപ്പ് ആകുന്ന ടീമിന് 1,51,111 രൂപയുമാണ് നൽകുക. ഗ്യാലറികളിലും കസേരകളിലും റോസ്ട്രത്തിലും ഇരിപ്പിടമുറപ്പിച്ച് കളിക്കാർക്ക് ആവേശം പകരാറുള്ള പുരുഷ കാണികൾ മാത്രമല്ല തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ ഇത്തവണ എത്തുക. കളിക്കമ്പക്കാരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി കളി ആസ്വദിക്കുന്നതിനായി ശീതീകരിച്ച 50 സീറ്റ് സൗകര്യമുള്ള ഫാമിലി ലോഞ്ചിങ്ങും ഒരുക്കുന്നുണ്ട്. മലബാറിലെ വിവിധ ജില്ലകളിലെയും തൃശ്ശൂരിലെയും 10 മേജർ ടൂർണമെന്റുകളിൽ കഴിഞ്ഞ സീസണിൽ കപ്പുയർത്തിയ തൃക്കരിപ്പൂർ ടൗൺ FC ക്ലബ് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ കായിക മേഖലകളിൽ നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, സഭാൻ കോട്ടക്കൽ, അൽമദീന ചെർപ്പുളശ്ശേരി, ഫിഫ മഞ്ചേരി, യൂറോ സ്പോർട്സ് പടന്ന ചിംഖാന തൃശൂർ, ഷൂട്ടേഴ്സ് കാസർഗോഡ്, മെട്ടമ്മൽ ബ്രദേഴ്സ്, ഹിറ്റേഴ്സ് എടച്ചാക്കൈ, തൃക്കരിപ്പൂർ പെൻ ഇന്റർനാഷണൽ, സിൽവർ സ്റ്റാർ മൈതാനി, തങ്കയം യുണൈറ്റഡ് FC, ബ്രദേഴ്സ് ഒളവറ, ഗ്രേറ്റ് കവായി, മുസാഫർ FC രാമന്തളി, FC പുഞ്ചക്കാട് തുടങ്ങിയ പ്രമുഖ ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കാനെത്തുന്നതെന്നും 5000 പേർക്കിരിക്കാവുന്ന ഗ്യാലറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതായും സംഘാടകർ അറിയിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ CK സയ്യിദ് ഹാജി, ജനറൽ കൺവീനർ മുസഫർ മുസ്തഫ, ട്രഷറർ അക്ദസ് അബൂബക്കർ, ക്ലബ്ബ് ഭാരവാഹികളായ AG അക്ബർ, C ഫൈസൽ, C അമീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സ്കൂൾ മൈതാനത്ത് ആഡംബര കാറുകളിൽ കൗമാരക്കാരന്റെയും യുവാവിന്റെയും അതിസാഹസിക പ്രകടനം. പിന്നാലെ ഇരുവരെയും ഒപ്പം കാറുകളെയും കസ്റ്റഡിയിലെടുത്ത് കുമ്പള പോലീസ്. അപകടമുണ്ടാക്കുന്ന രീതിയിലുള്ള കാർ റേസിംഗിന്റെ ദൃശ്യങ്ങൾ സ്കൂൾ അധികൃതർ ചിത്രീകരിച്ച് തെളിവുകൾ സഹിതം പോലീസിൽ പരാതി നൽകിയതോടെയാണ് സിനിമാ രംഗങ്ങളെ പോലും വെല്ലുന്ന സംഭവമുണ്ടായത്. ബംബ്രാണ ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് കുട്ടികൾ ഒരു ഭാഗത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വകവയ്ക്കാതെയാണ് ആഡംബര കാറിലെത്തിയ കൗമാരക്കാരനും മറ്റൊരു യുവാവും അപകടമുണ്ടാക്കും വിധം കാർ റേസിംഗ് നടത്തിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. MH16 AT 4117, KL 14 W66 88 എന്നീ കാറുകൾ കൊണ്ടായിരുന്നു ഇവരുടെ സാഹസിക പ്രകടനം. സ്കൂൾ മൈതാനത്ത് അരമണിക്കൂറോളം ഷോ കാണിച്ചാണ് കൗമാരക്കാരനും സുഹൃത്തും തിരിച്ചുപോയത്. ഇവരറിയാതെ സാഹസിക പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ സ്കൂൾ അധികൃതർ ചിത്രീകരിച്ച് തെളിവ് സഹിതം കുമ്പള പോലീസിൽ പരാതി നൽകിയതോടെ സിനിമയെപ്പോലും വെല്ലുന്ന രംഗങ്ങളാണ് പിന്നീടുണ്ടായത്. കുമ്പള ഇൻസ്പെക്ടർ KP വിനോദ് കുമാർ നടത്തിയ അന്വേഷണത്തിൽ 2 കാറുകളെയും ഒപ്പം കൗമാരക്കാരനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തു. കൂടാതെ 2 പേർക്കെതിരെയും സ്കൂളിൽ അതിക്രമിച്ചു കയറി മൈതാനത്ത് അപകടമുണ്ടാക്കും വിധം കാർ ഓടിച്ചതിന് കേസെടുക്കുകയും ചെയ്തു. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ജാമ്യത്തിൽ വിട്ടു. കാറുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കും. കാർ ഓടിച്ചവരിൽ ഒരാൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ കാർ ഓടിക്കുവാൻ നൽകിയ രക്ഷിതാവിനെതിരെ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. 1 മാസം മുൻപ് ഉപ്പള ബേക്കൂർ സ്കൂളിലും സമാനമായ സംഭവം നടന്നിരുന്നു. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അനശ്വര നടൻ ജയന്റെ 44ാം ചരമവാർഷികം തൃക്കരിപ്പൂരിൽ ആചരിച്ചു. ജയൻ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ടൗണിലെ നെഹ്റു സ്തൂപത്തിന് സമീപത്തൊരുക്കിയ മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. വനമിത്ര പുരസ്കാര ജേതാവ് KV കൃഷ്ണപ്രസാദ് വൈദ്യർ ഉദ്ഘാടനം ചെയ്തു. മലയാള സിനിമയിലെ പൗരുഷത്തിൻ്റെ പ്രതീകമായ അനശ്വര നടൻ ജയൻ്റെ 44ാം ചരമവാർഷികം തൃക്കരിപ്പൂരിൽ ജയൻ ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആചരിച്ചു.
ടൗണിലെ നെഹ്റു സ്തൂപത്തിന് സമീപത്തായി ഒരുക്കിയ മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. വനമിത്ര പുരസ്കാര ജേതാവ് KV കൃഷ്ണപ്രസാദ് വൈദ്യർ ഉദ്ഘാടനം ചെയ്തു. സിനിമാ ലോകം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏവർക്കും അറിയാം. ഇന്ന് സൂപ്പർ സ്റ്റാർ പദവി എന്നുള്ള ഒരു നാമധേയം വരുന്നപ്പോൾ തന്നെ അത് ജയനിലൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയിൽ കേരള ജനതയ്ക്കും സിനിമാ ലോകത്തിനും കലാകേരളത്തിനും വൻ നഷ്ടമായിരുന്നു. TK മധു അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ T ബാബു പഴയങ്ങാടി ജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം N സുധീഷ്, M രാജൻ, E ഹരീന്ദ്രൻ, C രാഘവൻ, സജിത്ത്, അനീഷ് തെക്കുംപാട്, PC ഉമേഷ്, M ഗിരീഷ് എന്നിവർ സംസാരിച്ചു. CK പ്രശാന്ത്, K രവീന്ദ്രൻ എന്നിവർ ജയൻ അഭിനയിച്ച രംഗങ്ങളിലെ ഗാനങ്ങളും അനുകരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം 24 സംഘടിപ്പിച്ചു. ബോവിക്കാനം AUP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സർഗോത്സവം 24 സംഘടിപ്പിച്ചു. ബോവിക്കാനം AUP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും ഒരു കഴിവ് നമ്മുടെ കുട്ടികൾ പ്രകടിപ്പിക്കും. ആ കഴിവ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ, ഈ കുട്ടിക്ക് ഇങ്ങനൊരു കഴിവുണ്ടോ എന്നറിയണമെങ്കിൽ അതിന് അവസരം വേണം. ആ അവസരമാണ് സ്കൂളുകളിൽ, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാർ തന്നെ സംവിധാനം ചെയ്ത സ്കൂൾ കലോത്സവം, സ്കൂൾ ശാസ്ത്രോത്സവം, സ്കൂൾ ഗണിതോത്സവം, അതുപോലെ തന്നെ സ്പോർട്സ് തുടങ്ങി വിവിധങ്ങളായ മത്സരങ്ങളായാലും പരിപാടികളായാലും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മിനി അധ്യക്ഷത വഹിച്ചു. PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ. ഈ ലളിതഗാനങ്ങളൊക്കെ യേശുദാസ് ഇങ്ങനെ പാടി പിന്നീടാണ് യേശുദാസ് പ്രസിദ്ധനായ ഗായകനായി മാറുന്നത്. അപ്പം നമ്മൾക്കൊരു അവസരം മക്കൾക്ക് കൊടുക്കുകയാണ്. അവർക്ക് പാടാനുള്ള, പാട്ടെഴുതാനുള്ള, അതുപോലെ തന്നെ ഡാൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് മക്കളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. സ്കൂൾ മാനേജർ ഗംഗാധരൻ നായർ പാടി ഭദ്രദീപം കൊളുത്തി. തുടർന്ന് കൊച്ചു നാടൻപാട്ട് കലാകാരൻ ആദ്വിക് രാജിനെ അനുമോദിച്ചു. A ജനാർദ്ദനൻ, അനീസ മൻസൂർ മല്ലത്ത്, റൈസ റാഷിദ്, അബ്ബാസ് കൊളച്ചപ്പ്, അനന്യ M, അഗസ്റ്റിൻ ബെർണാൾഡ് മൊണ്ടാരിയോ, MC ശേഖരൻ നമ്പ്യാർ, ഇസ്മായിൽ M ആലൂർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ ശില്പശാല വിശദീകരണം നടത്തി. സ്കൂൾ HM P പ്രേമ ബിന്ദു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വിമൽകുമാർ K നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു. സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M കുഞ്ഞമ്പു നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഇസ്മായിൽ M ആലൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. സീനിയർ അസിസ്റ്റന്റ് സുലോചന കുമാരി P സ്വാഗതവും വിദ്യാരംഗം ജോയിന്റ് കൺവീനർ സിറാജുദ്ദീൻ മല്ലം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിധിയേക്കാളേറെ അഭിപ്രായങ്ങളാണ് ജനാധിപത്യത്തിന്റെ നെടുംതൂണായ കോടതികളിൽ നിന്ന് പുറത്തുവരുന്നതെന്ന് മുൻ MP പന്ന്യൻ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ പ്രസ് ഫോറം ഏർപ്പെടുത്തിയ സംസ്ഥാന മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ പലപ്പോഴും പ്രചരിപ്പിക്കുന്നുവെന്നും വാർത്തകൾക്ക് അടിസ്ഥാനം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് സമൂഹത്തിൽ മാധ്യമപ്രവർത്തകർക്ക് മാന്യത കിട്ടുന്നില്ല എന്നത് ഇതോടൊപ്പം കാണണമെന്നും പന്ന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് കാര്യമായാലും ഒരു കാര്യം ഉറപ്പാണ്, വാർത്തകൾക്ക് ഒരടിസ്ഥാനം വേണം. അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കും. അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ പഴയ കാലത്തും ഉണ്ടായി.
പത്രത്തിൽ വന്നാൽ തിരുത്തുണ്ടാവും. ഇത് ഇപ്പം തിരുത്തില്ല, ഇപ്പം കരുത്തേ ഉള്ളൂ. തിരുത്ത് എന്ന വാക്ക് ഇപ്പം പത്രപ്രവർത്തകർ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ദോഷകരമാണ്. ടി വി ചവനിയൻ സ്മാരക അച്ചടി മാധ്യമ പുരസ്കാരം ദേശാഭിമാനി കൊച്ചി ലേഖിക എസ് ശ്രീലക്ഷ്മിയും കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്മാരക ദൃശ്യമാധ്യമ പുരസ്കാരം ന്യൂസ് മലയാളം 24x7 വയനാട് റിപ്പോർട്ടർ രതീഷ് വാസുദേവും ഏറ്റുവാങ്ങി. പ്രസ് ഫോറം പ്രസിഡന്റ് ഉറുമീസ് തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിച്ചു. അവാർഡ് ജേതാക്കളെ രാഘവൻ മാണിയാട്ട് പരിചയപ്പെടുത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ, ജൂറി അംഗങ്ങളായ വി കെ രവീന്ദ്രൻ, തൃക്കരിപ്പൂർ വേണു, പ്രസ് ഫോറം സെക്രട്ടറി പി പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി പി മഷൂർ, ട്രഷറർ കെ വി സുധാകരൻ, കെ വി ജനാർദ്ദനൻ, സി എച്ച് അബ്ദുൾ റഹീം, എം ഗംഗാധരൻ, കരീം ചന്ദേര, എ ജി ബഷീർ, ഇ വി ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച വിദ്യാഭ്യാസ അടിസ്ഥാന ആശയത്തിനെതിരായ ഉത്തരവിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിവരുന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ നടക്കാവിലും ഇളമ്പച്ചിയിലും നൽകിയ സ്വീകരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. നടക്കാവ് ജംഗ്ഷനിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ വ്യത്യസ്ത സംഘടനാ ഭാരവാഹികൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ ടി കെ മീരാബായിയിൽ നിന്നും ലഘുലേഖ കിറ്റുകൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ചെയർമാൻ ടി വി രവി അധ്യക്ഷത വഹിച്ചു. ഒയോളം നാരായണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്നാണ് ചോദ്യം പറയുമ്പോൾ തൊട്ടടുത്ത സുഹൃത്തും കൂടെ ചോദിക്കുന്നത്, മാഷേ ജയിച്ചാൽ നിലവാരം കൂടുമോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പോലെ ജയിച്ചാൽ നിലവാരം ഉണ്ടാകുമെന്നാണ്. അത് മറു ചോദ്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിലവാരം ഉറപ്പാക്കി ജയിപ്പിക്കുകയാണ് വേണ്ടത്. നിലവാരം ഇല്ലാത്തവർ ജയിപ്പിക്കാനല്ല, നിലവാരം ഉറപ്പാക്കിയിട്ട് എല്ലാവർക്കും ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കും. ആരെയും ജയിപ്പിക്കുകയല്ല, എല്ലാവർക്കും ജയിക്കാനുള്ള അവസരം ഉണ്ടാവണം. കൺവീനർ കെ ഭാസ്കരൻ മാസ്റ്റർ, സി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ ഫണ്ട് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. CPIM കാസർഗോഡ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി ഉദ്ഘാടനം നിർവഹിച്ചു. CPIM കാസർഗോഡ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൊഴിലാളി സംഗമം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങൾ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, തൊഴിലാളികൾ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്നിങ്ങനെ നമ്മുടെ സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വേദി കൂടിയാണ് സമ്മേളനങ്ങൾ. ആ സമ്മേളനങ്ങളിൽ നാടിനെ ബാധിക്കുന്ന പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ട്. കാണണം മാധ്യമങ്ങൾ, നമ്മളെ തെരുവിലിട്ട് അലക്കി വിചാരണ ചെയ്ത് വിധി പറയുന്ന മാധ്യമങ്ങൾ കാണണം. CPIMന്റെ സമ്മേളനങ്ങളിൽ ഞാൻ ഈ പറയുന്ന മേഖലയിലെ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. സാർവദേശീയ പ്രശ്നത്തെ സംബന്ധിച്ച് ആ സമ്മേളനങ്ങളിൽ ചർച്ചയാവുന്നുണ്ട്. ദേശീയമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ലോക്കൽ സെക്രട്ടറി S സുനിൽ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ, കെ രവീന്ദ്രൻ, ഗിരികൃഷ്ണൻ, PV കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. PA ഫസ്റ്റ് ഗ്രേഡ് കോളേജിന്റെ നാഷണൽ ലെവൽ ഫെസ്റ്റിവൽ ഓഫ് ടാലന്റ്സ്, ക്യാമ്പസ് ക്രോമ 2024, ഫുഡ് ഫെസ്റ്റ് എന്നിവ ശ്രദ്ധേയമായി. പ്രതിഭയും സർഗാത്മകതയും വളർത്തിയെടുക്കുന്നതിൽ സ്ഥാപനത്തിന്റെ പ്രതിബദ്ധത പ്രകടമാക്കുന്നതായിരുന്നു പരിപാടി. വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യം ഉദ്ഘാടന ചടങ്ങിന് പ്രൗഢി പകർന്നു. ആനന്ദ് ജി പൈ, ഷർഫുദ്ദീൻ DK, ഡോക്ടർ സലീമുള്ള ഖാൻ, പ്രൊഫസർ ഇസ്മായിൽ ഖാൻ, ഡോക്ടർ ഇക്ബാൽ, ഷഫിനാസ് സയ്യിദ് ഇസ്മായിൽ എന്നിവർ ചെടിക്ക് വെള്ളം പകർന്നു ക്യാമ്പസ് ക്രോമ 2024 പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സർഫറാസ് ജെ ഹാസിം, ഡോക്ടർ ജി ഹരികൃഷ്ണൻ, വാണിശ്രീ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മുഹമ്മദ് സംഷീർ, ലവീന ഡിസൂസ, സാജിർ അഹമ്മദ് എന്നിവർ പരിപാടി നിയന്ത്രിച്ചു. മംഗലാപുരം സെന്റ് അലോഷ്യസ് കോളേജിന്റെ ബ്രെയിൻ ബ്ലാസ്റ്റ് 1ാം സമ്മാനം നേടിയപ്പോൾ ഹീര വിമൻസ് PU കോളേജ് 2ാം സമ്മാനം കരസ്ഥമാക്കി. ക്രോമ റീൽസിൽ വിശ്വമംഗള PU കോളേജ് 1ാം സമ്മാനവും ഹീര വിമൻസ് കോളേജ് 2ാം സമ്മാനവും കരസ്ഥമാക്കി. ആർട്ട് ഗ്യാലറി മത്സരത്തിൽ 1ാം സമ്മാന ജേതാവായി ഹീര വിമൻസ് കോളേജും തൊട്ടു പിന്നാലെ വിശ്വമംഗള PU കോളേജ് 2ാം സ്ഥാനവും നേടി. പാചക മത്സരത്തിൽ സെന്റ് അലോഷ്യസ് കോളേജ് 1ാം സമ്മാനവും ഹീര വിമൻസ് കോളേജ് 2ാം സമ്മാനവും നേടി. ടേസ്റ്റി ടാസ്കിൽ കണച്ചൂർ PU കോളേജ് 1ാം സമ്മാനവും പാണ്ഡ്യരാജ് ബളാൽ 2ാം സമ്മാനവും നേടി. ക്രിയേറ്റീവ് ബ്രെയിൻ മത്സരത്തിൽ PA ഫസ്റ്റ് ഗ്രേഡ്
അപ്ലൈഡ് കോളേജ് അസാമാന്യമായ സർഗാത്മകത പ്രകടിപ്പിച്ച് 1ാം സമ്മാനം കരസ്ഥമാക്കി. കണച്ചൂർ PU കോളേജ് 2ാം സമ്മാനം നേടി. ട്രഷർ ഹണ്ടിൽ GHSS ഉദുമ 1ാം സ്ഥാനം നേടി. സമാപന ചടങ്ങിൽ വിജയികളായ ടീമുകൾക്കും വ്യക്തികൾക്കും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. വിവിധ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കണച്ചൂർ PU കോളേജ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി കരസ്ഥമാക്കി. ഹീര വിമൻസ് കോളേജ് റണ്ണറപ്പ് ട്രോഫിയും നേടി. മികച്ച ഫുഡ് സ്റ്റാളിനുള്ള അവാർഡ് സ്റ്റാൾ നമ്പർ 12ഉം 13ഉം നേടി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുണ്ടിക്കാന ASB സ്കൂളിൽ വിദ്യാർത്ഥികൾക്കുള്ള ഹാൻഡ്ബോൾ പരിശീലനം നടന്നു. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് സബ് ജൂനിയർ വിഭാഗം 100 മീറ്റർ സ്വർണ്ണ മെഡൽ ജേതാവ് നിയാസ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കുംട്ടിക്കാന ASB സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഹാൻഡ്ബോൾ പരിശീലനം സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് സബ് ജൂനിയർ വിഭാഗം 100 മീറ്റർ സ്വർണ്ണ മെഡൽ ജേതാവ് നിയാസ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പന്ത് ത്രോ ചെയ്താണ് നിയാസ് അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചത്. വിവിധ സ്കൂളുകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ അഭിനന്ദന ചടങ്ങുകൾ നടത്തിയെങ്കിലും ഒരു പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ നിയാസിന് അവസരം ലഭിച്ചത് ജീവിതത്തിലെ നിർണായകമായ മുഹൂർത്തമെന്ന് പിതാവ് ഇബ്രാഹിം അഭിപ്രായപ്പെട്ടു. ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാഷ് അവാർഡ് സമ്മാന വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ M അബ്ബാസ് പൊന്നാടയണിയിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ A രാധാകൃഷ്ണൻ ജേഴ്സി ഉൾപ്പെടെയുള്ളവ അടങ്ങുന്ന കിറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ A രാധാകൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി പ്രശാന്ത് കുമാർ K, SRG കൺവീനർ ദിന, മുതിർന്ന അധ്യാപിക K മൂകാംബിക, പ്രശാന്ത് കുമാർ B, സുദർശന, അബ്ദുസലാം പാടലടുക്ക, ഹാൻഡ്ബോൾ പരിശീലകൻ സിദ്ധാർത്ഥ എന്നിവർ സംസാരിച്ചു. അൻവിത് സ്വാഗതവും ജ്യോതി K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കുട്ടി പാർലമെന്റ് പുത്തൻ അനുഭവമായി. ഗവർണറും മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവുമായി കുട്ടികൾ വേഷപ്പകർച്ച നടത്തി. ചോദ്യോത്തരം വേണം. ആദ്യ ചോദ്യം ഉന്നയിക്കുന്നത് ബഹുമാനപ്പെട്ട സഭാംഗം ഫായിസ. സർ, എന്നാൽ സ്കൂൾ നേരിടുന്ന വെല്ലുവിളി പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികൾക്ക് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യാൻ ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ല എന്നതാണ്. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത്. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് കേന്ദ്ര റെയിൽവേ വകുപ്പാണ്. കേന്ദ്ര റെയിൽവേ വകുപ്പിന്റെ അടിയന്തര ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാൻ കത്തയക്കുന്നതാണ്. വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധവും പൗരബോധവും ഉറപ്പിക്കുവാനായി വിദ്യാലയത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബാണ് സോഷ്യൽ സയൻസ് ക്ലബ്ബ്. പ്രത്യേക ദിനങ്ങളിൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചു വരുന്നത്. വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച മോക്ക് പാർലമെന്റും വളരെ മികച്ച രീതിയിലുള്ള പ്രശംസകൾ ഏറ്റുവാങ്ങി. ഗവർണറും മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവുമായി കുട്ടികൾ വേഷപ്പകർച്ച നടത്തി. ഗവർണറായി സന ഫാത്തിമ, സ്പീക്കറായി ലസ്ന, മുഖ്യമന്ത്രിയായി ഗിരിനന്ദ എന്നിവരും പ്രതിപക്ഷ നേതാവായി ആദിഷ് എന്നിവരുമാണ് വേഷപ്പകർച്ച നടത്തിയത്. ഇന്ന് ശിശുദിനത്തിൽ വളരെ നല്ലൊരു പ്രവർത്തനമായാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. മോക്ക് പാർലമെന്റ് സംഘടിപ്പിച്ച് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. നിയമസഭയിലെ നടപടിക്രമങ്ങളും ചിട്ടകളും എല്ലാം കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ജനാധിപത്യത്തിൻ്റെ ശാസ്ത്രവും രീതിയും എല്ലാം കുട്ടികളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി ഈ ഒരു കൂട്ടായ പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട്. ക്ലാസ് ലീഡർമാർ ഭരണപക്ഷമായും പ്രതിപക്ഷമായും ഇരുന്നു കൊണ്ട് ഒരു സംവാദ സഭയായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പാർലമെന്റ് നിയമസഭാ നടപടിക്രമങ്ങളിൽ കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മോക്ക് പാർലമെന്റിന് അധ്യാപകരും നേതൃത്വം നൽകി. മാലിന്യമുക്ത ലഹരിമുക്ത വിദ്യാലയമെന്ന വലിയ കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. സ്കൂളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തെ തീർത്തും മാലിന്യമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യം ഏതാണ്ട് കയ്യെത്തും ദൂരത്ത് നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് സ്കൂൾ പാർലമെൻറ്റ് ചേർന്നുകൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ധാരണ രൂപപ്പെട്ടത്. മോക്ക് പാർലമെന്റിന്റെ ഭാഗമായി സർക്കാരിന്റെ നയപ്രഖ്യാപനവും ചോദ്യോത്തരവേളയും സംഘടിപ്പിച്ചു. തുടർന്ന് വിദ്യാലയം ലഹരിമുക്ത പ്ലാസ്റ്റിക് മുക്ത വിദ്യാലയ പ്രഖ്യാപനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് കുന്നുമ്മൽ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെലങ്കാനയിലും ആന്ധ്രയിലും വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ, ത്രിപുരയിൽ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അവിടെയെല്ലാം കോടികൾ വാരിക്കോരി കൊടുക്കുന്നവരായി കേന്ദ്ര ഭരണകൂടം മാറുകയും കേരളത്തോട് മാത്രം വിവേചനത്തോടെ പെരുമാറുന്നവരായി രാജ്യത്തെ സർക്കാർ മാറുകയാണ്. വലിയ പ്രതിഷേധം സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷവും കേരളത്തെ വേട്ടയാടാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാലു മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV ശിവപ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിപിൻ ബല്ലത്ത്, ഹരിത നാലപ്പാടം, ശിവൻ ചൂരിക്കോട് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ഗിനീഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ കാസർഗോഡ് വിദ്യാഭ്യാസ സൗഹൃദ ലീഡർമാർക്കുള്ള 3 ദിവസത്തെ സഹവാസ ക്യാമ്പ് കളനാട് റെസിഡൻസിയിൽ നടന്നു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലെ 45 സ്കൂളുകളിലെ സൗഹൃദ ലീഡർമാർക്കുള്ള 3 ദിവസത്തെ സഹവാസ ക്യാമ്പ് കളനാട് റെസിഡൻസിയിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് വിഭാഗം കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ C മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കരിയർ കോർഡിനേറ്റർമാരായ ജയകൃഷ്ണൻ A, ഉണ്ണികൃഷ്ണൻ E, ദിലീപ് P, സൗഹൃദ കോർഡിനേറ്റർമാരായ ആയിഷത്ത് നസീറ, വനിത P, രേഖ D, പ്രിയ KK, ഇന്ദു V എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡൻ കൂട്ടായ്മയുടെ കലയുടെ അടുക്കളയിൽ ബാലഭാസ്കരന്റെ അടുക്കള പുസ്തക പ്രകാശനം നടന്നു. KC നാരായണൻ പ്രകാശനം നിർവഹിച്ചു. മംഗളൂരുവിൽ കദ്രിക്ക് സമീപം യാത്രയ്ക്കായി സ്റ്റാർട്ട് ചെയ്ത കാറിന് തീപിടിച്ചു. ദൃശ്യങ്ങൾ KCN ന്യൂസിന്. CPIM കാസർഗോഡ് ഏരിയ സമ്മേളനം നവംബർ 18, 19, 20 തീയതികളിൽ അണങ്കൂരിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് 18-ന് തുടക്കമാകും. നടത്തിയിരിക്കുന്നത് വിപുലമായ ഒരുക്കങ്ങൾ. കേരള സെവൻസ് ചരിത്രത്തിലാദ്യമായി വാർ സിസ്റ്റം. അംഗീകൃത ഖാൻ സാഹിബ് കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തൃക്കരിപ്പൂരിൽ ഒരുക്കങ്ങളായി. സ്കൂൾ മൈതാനത്ത് ആഡംബര കാറുകളിൽ കൗമാരക്കാരന്റെയും യുവാവിന്റെയും സാഹസിക പ്രകടനം. പിന്നാലെ ഇരുവരെയും ഒപ്പം കാറുകളെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.